നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി ശിരോമണി അകാലിദൾ നേതാക്കൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഒരു സഖ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ പരമാവധി ചോദിക്കുന്ന സീറ്റുകളുടെ എണ്ണം 44. എന്നാൽ 24-ൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് സഖ്യത്തിൻ്റെ ഭാഗമായി നീക്കിക്കൊടുക്കാൻ കഴിയില്ല എന്ന് ഇപ്പോഴത്തെ സ്ഥിതിവിവരക്കണക്കനുസരിച്ച് വ്യക്തമാകും. കോൺഗ്രസ് മത്സരിക്കുന്നത് ഒറ്റയ്ക്ക് ജയിച്ചെടുക്കാൻ തന്നെയാണ്. എന്നാൽ ശിരോമണി അകാലിദളിൻ്റെ വോട്ട് കൂടി ലഭിച്ചാൽ ജയം അനായാസമാകും. 15%-ൽ കുറയാത്ത വോട്ട് ഷെയർ ശിരോമണി അകാലിദളിന് നേടാൻ കഴിയുമെന്നാണ് അവരുടെ ആത്മവിശ്വാസം. സുഖ്ബീർ സിംഗ് ബാദലും അതുപോലെ പ്രമുഖരായ ബാദൽ കുടുംബത്തിലെ നേതാക്കളും അടങ്ങുന്നതാണ് ശിരോമണി അകാലിദൾ. ഇപ്പോൾ ഒരു കുടുംബ പാർട്ടി മാത്രമായി മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ പഞ്ചാബിൽ BJPയുമായി സഖ്യം ചേർന്ന് ഭരിച്ചിട്ടുള്ള ശിരോമണി അകാലിദൾ ഇപ്പോൾ കടുത്ത നിരാശയിലാണ്. 1-2 ലോക്സഭാ സീറ്റുകൾ ജയിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം മാത്രമേ ഇപ്പോൾ പഞ്ചാബിലുള്ളൂ. നിയമസഭയിൽ പോലും 10-ൽ കൂടുതൽ സീറ്റുകൾ അവർക്ക് ജയിക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മന്ത്രിസഭയുടെ ഭാഗമായാൽ മാത്രമേ ഭരണത്തിലിരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ശിരോമണി അകാലിദളിന് നന്നായി അറിയാം. അധികാരത്തിൻ്റെ കേമത്വമൊന്നും ഇനി ഉള്ള കാലം നടക്കില്ല എന്ന് അറിയാവുന്ന സുഖ്ബീർ സിംഗ് ബാദലാണ് വഴിവിട്ട ചർച്ചകൾക്ക് ഒരുങ്ങുന്നത്. എന്നാൽ ബാദൽ കുടുംബത്തിലെ എല്ലാവർക്കും അത് അനുയോജ്യമായി കണക്കാക്കാൻ കഴിയില്ല. നമുക്കറിയാം, കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സുഖ്ബീർ സിംഗ് ബാദലിൻ്റെ ഭാര്യയായിട്ടുള്ള ഹർസിമ്രത് കൗർ അവർ മോദിയുടെ മന്ത്രിസഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. രാജിവെക്കുകയും നരേന്ദ്രമോദി മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ ശിരോമണി അകാലിദൾ പിൻവലിക്കുകയും ചെയ്തു. അതിനുശേഷം ശിരോമണി അകാലിദളിനെ തകർക്കാൻ വേണ്ടി പരമാവധി കളികൾ BJP കളിച്ചു നോക്കി. നമുക്കറിയാം, പഞ്ചാബിൽ 35% വരുന്ന ഹിന്ദു ജനസംഖ്യയും 55%-ൽ അധികം വരുന്നത് സിഖ് വിഭാഗത്തിലുള്ള നേതൃത്വമാണ്. നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തെ നയിക്കാൻ ഏറ്റവും മികവാർന്ന നേതാവ് ചരൺജിത് സിംഗ് ചന്നി തന്നെയാണെന്ന് അഭിപ്രായം ഉണ്ട്. എന്നാൽ പല നേതാക്കൾക്കും അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരവസ്ഥയും കാണപ്പെടുന്നുണ്ട്. 20ഓളം നിയമസഭാ സീറ്റുകളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ഒരു വലിയ പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതിൽ തന്നെ നോക്കൂ, 20-ൽ താഴെ സീറ്റുകളിൽ മാത്രം ജയിക്കാനേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ആം ആദ്മി പാർട്ടിയുടെ വലിയ മുന്നേറ്റമായിരുന്നു. ഭൂരിപക്ഷത്തിൻ്റെ കണക്കിലും ആം ആദ്മിയുടെ വലിയ മൃഗീയ ഭൂരിപക്ഷം ജനങ്ങൾ കണ്ടതാണ്. എന്നാൽ ക്രമേണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം കോൺഗ്രസ് പടിപടിയായി വോട്ട് ഷെയർ ഉയർത്തുന്നത് അവരെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ശിരോമണി അകാലിദൾ കോൺഗ്രസുമായി സഖ്യം ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറും ശിരോമണി അകാലിദളിൻ്റെ വോട്ട് ഷെയറും കൂടെ ചേരുമ്പോൾ കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ അനായാസം സാധിക്കുമെന്ന കണക്കൂട്ടലിലാണ് ഇരു പ്രസ്ഥാനങ്ങളും.